തിരുവനന്തപുരം വഞ്ചിയൂരിൽ ഗതാഗതം സ്തംഭിപ്പിച്ച് CPM ഏരിയ സമ്മേളനം. പാളയം ഏരിയ സമ്മേളനത്തിന് സ്റ്റേജ് കെട്ടിയത് റോഡിന്റെ ഒരു വശം പൂർണ്ണമായും തടഞ്ഞുകൊണ്ടാണ്. ജിബിൻ JB വിവരങ്ങൾ നൽകും. അതിനു മുൻപ് നമുക്കൊരു പ്രതികരണം കേൾക്കാം. ഇത് വളരെ കൃത്യമായ മനുഷ്യാവകാശ ലംഘനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയും ഹൈക്കോടതിയും പല വിധികളും നമുക്ക് അറിയാം. റോഡിലെ പാതയോരങ്ങളിൽ പോലും ഇതുപോലെയുള്ള പൊതുസമ്മേളനങ്ങളോ പരിപാടികളോ കമ്മിറ്റികളോ ഒന്നും നടത്താൻ പാടില്ല എന്നുള്ള നിർദ്ദേശം നിലനിൽക്കെ അതിൻ്റെ നഗ്നമായ ലംഘനമാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ആരാണോ നടപടി എടുക്കേണ്ടത് ആ പോലീസ്, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഇന്ന് രാവിലെ 10 മണി വരെ സ്പെഷ്യൽ ബ്രാഞ്ചിലുള്ള പോലീസുകാർക്ക് പോലും ഇങ്ങനെ ഒരു പരിപാടി എന്താണ് ഇവിടെ സ്റ്റേജ് കെട്ടുന്നതെന്ന് അറിവ് പോലും ഇല്ലായിരുന്നു. ജിബിൻ JB ചേരുന്നുണ്ട്. ജിബിൻ, ഈ വഞ്ചിയൂർ എന്ന് പറയുന്ന ഭാഗത്താണ് കോടതി, ഒരു പോലീസ് സ്റ്റേഷൻ, പിന്നെ നഗരത്തിലേക്കുള്ള പ്രധാനപ്പെട്ട റോഡിന്റെ വശമാണ്. അതിലേക്ക് കണക്ട് ചെയ്യുന്ന പാതകളൊക്കെ ഉള്ളതാണ്. വലിയ ജനസഞ്ചാരമുള്ള മേഖലയിൽ ഇങ്ങനെ ഒരു വഴിയടച്ചുള്ള പാർട്ടി സമ്മേളനം, അതിനുള്ള സ്റ്റേജ് ഒരുക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? എന്താണ് പാർട്ടിക്കാർ ഈ വിഷയം ഗൗരവത്തോടെ ശ്രദ്ധയിൽ പെടുത്തിയിട്ടുണ്ടോ? വിവരങ്ങൾ. പ്രജീഷ്, ഈ കാണുന്നത് വഞ്ചിയൂർ കോടതിയാണ്. കോടതിയുടെ നേരെ എതിർവശത്തായിട്ടാണ് ഇപ്പോൾ ഈ പാളയം ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായിട്ടുള്ള സ്റ്റേജ് നിർമ്മിച്ചിരിക്കുന്നത്. ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് ഈ റോഡിന്റെ മധ്യത്തിൽ, അതായത് ഈ വഞ്ചിയൂർ എന്ന തമ്പാനൂരിലേക്ക് പോകുന്ന പ്രധാന റോഡാണ്. ഈ റോഡിന്റെ ഒരു വശത്തു കൂടി മാത്രമാണ് ഗതാഗതം സ്ഥാപിച്ചുകൊണ്ട് മറ്റു റോഡിലാണ് ഇപ്പോൾ പൂർണ്ണമായി അടച്ചുകൊണ്ടുള്ള ഒരു സ്റ്റേജ് നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരം 5 മണിയോട് കൂടിയാണ് ഇവിടെ പാളയം ഏരിയ സമ്മേളനം ആരംഭിക്കുക. ഇതിന് ഉദ്ഘാടനമായി എത്തുന്നത് സംസ്ഥാന സെക്രട്ടറി തന്നെയാണ്. CPMന്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദമാഷ് തന്നെയാണ് ഈ പരിപാടിയുടെ ഏരിയ സമ്മേളനത്തിന്റെ ഉദ്ഘാടനമായിട്ട് എത്തുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഈ കോടതി പരിസരത്ത് ഒരു വാഹനങ്ങൾ പാർക്ക് ചെയ്താൽ തന്നെ വലിയ രീതിയിലുള്ള ഫൈൻ കിട്ടുന്ന സ്ഥലത്താണ് ഇത്രയും വലിയൊരു നിയമലംഘനം നടക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. സാധാരണഗതിയിൽ തന്നെ ഒരു 3:30 കൂടിയൊക്കെ സ്കൂൾ വിടുന്ന സമയത്ത് വളരെയധികം തിരക്കുണ്ടാവുന്ന ഒരു സ്ഥലത്താണ് ഇപ്പോൾ ഇത്തരത്തിൽ ആ ഒരു റോഡ് പോലും ക്ലോസ് ചെയ്തുകൊണ്ടുള്ള ഒരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല, ഇതിനുശേഷം ഈ പരിപാടിക്ക് ശേഷം അർദ്ധരാത്രി നീണ്ടു നിൽക്കുന്ന KPCയുടെ നാടകം കൂടി ഇപ്പോൾ ഇവർ ഇവിടെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ കോടതിയുടെ മുന്നിൽ തന്നെ നേരത്തെ ഹൈക്കോടതി പോലും ഇടപെട്ടുകൊണ്ട് പൊതുനിരത്തുകളിലെ പരിപാടികൾ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളൊക്കെ സ്വീകരിച്ചിരുന്നു. ഈ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഈ റോഡിൽ തന്നെ കോടതിയുടെ മുന്നിലും കോടതിയുടെയും പ്രത്യേകിച്ച് വഞ്ചിയൂർ പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ തന്നെ ഇത്രയും വലിയൊരു നിയമലംഘനങ്ങൾ നടക്കുന്നത്. ഇപ്പോൾ നമ്മുടെ റിപ്പോർട്ടർ AK സ്റ്റീവനും കൂടെ ഉണ്ട്. AK സ്റ്റീവൻ, ഇതിപ്പോൾ നേരത്തെ, അതായത് സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള പാർട്ടി ഭരിക്കുന്ന പാർട്ടിയുടെ തന്നെ സെക്രട്ടറി കൂടിയാണ് ഇതിന്റെ ഉദ്ഘാടനത്തിന് എത്തുന്നത്. അപ്പോൾ എന്താണ് ഇത് നോക്കുന്നത്? യഥാർത്ഥത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഈ സ്റ്റേജ് കെട്ടിയിരിക്കുന്ന ഒരു സ്ഥലത്തിന് ഒരു വലിയ പ്രത്യേകത ഉണ്ടെന്ന് തോന്നുന്നു. കാരണം കോടതി ആണ് ഈ കാണുന്നത്, തൊട്ട് കോടതി, അതിന് തൊട്ടടുത്ത് ഈ വഞ്ചിയൂർ പോലീസ് സ്റ്റേഷൻ. ആ ഒരു ഭാഗത്ത് റോഡ് പൂർണ്ണമായും കെട്ടി അടച്ചുകൊണ്ട് ഇത്തരത്തിൽ ഈ ഒരു നിയമലംഘനം നടത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകതയുള്ള കാര്യം. അതിന് ഈ സംസ്ഥാനം ഭരിക്കുന്ന ഒരു പാർട്ടി തന്നെ അതിന് മുൻകൈ എടുക്കുന്നു എന്നുള്ളതാണ്. സാധാരണഗതിയിൽ ഇവിടെ ഈ റോഡുകളിലൊക്കെ ഏതെങ്കിലും വാഹനം പാർക്ക് ചെയ്യുകയാണെങ്കിൽ, അനധികൃതമായി കുറച്ചു നേരം ഇടുകയാണെങ്കിൽ പോലും ഫൈൻ അടിക്കുന്ന ഒരു സ്ഥിതികളൊക്കെ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ പോലീസിന്റെ മൂക്കിൻ തുമ്പിൽ നമുക്ക് ഇവിടുന്ന് ഏതാണ്ട് 50 മീറ്റർ പോലും ഇല്ല വഞ്ചിയൂർ പോലീസ് സ്റ്റേഷൻ. ആ സ്ഥലത്താണ് ഇത്തരത്തിൽ റോഡ് കെട്ടി അടച്ചുകൊണ്ട് ആൾക്കാരെ ഇതുവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ള ഒരു പ്രതിസന്ധി ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ കുറച്ച് മുമ്പ് ഇവിടെ കണ്ടു ഒരു ആംബുലൻസ് ഇതുവഴി ഇങ്ങനെ പോകുന്നത്. വളരെ കഷ്ടപ്പെട്ട് ഈ 2 വാഹനങ്ങൾ പോകുന്ന ഈ സ്ഥലത്ത് കൂടി ഒരു ആംബുലൻസ് വളരെയധികം ബുദ്ധിമുട്ടിയൊക്കെ പോകുന്നത് കണ്ടു. ഇപ്പം നമ്മൾക്ക് ആ ദൃശ്യങ്ങൾ കണ്ടത് ഒരു സ്ത്രീ ഇതിലെ വാഹനം ഓടിച്ചു പോകുന്നതാണ്. ഈ വലിയൊരു പ്രതിസന്ധി ഉണ്ടെങ്കിൽ പോലും അവരിങ്ങനെ പോകുന്നതാണ് നമ്മൾ കണ്ടത്. ജിബിനെ, യഥാർത്ഥത്തിൽ ഈ പോലീസിനോടൊക്കെ ബന്ധപ്പെടുമ്പോഴൊക്കെ എന്താ മനസ്സിലാക്കാൻ കഴിയുന്നത്? എങ്ങനെ ഒരു പെർമിഷൻ കിട്ടി? അതോ ഇവർ സ്റ്റേജ് ഇങ്ങനെ കെട്ടുമായിരുന്നു? എന്താണ് സ്റ്റീവനി, ഇത് സംബന്ധിച്ച് പോലീസുമായിട്ട് നമ്മൾ ബന്ധപ്പെടാൻ പലതവണ ശ്രമിച്ചിരുന്നു. പക്ഷേ പോലീസ് സ്റ്റേഷനിൽ ഇതുവരെ അവർ റിസീവ് ഫോൺ പോലും അറ്റൻഡ് ചെയ്യാൻ തയ്യാറായിട്ടില്ല. SHOയുടെ പേഴ്സണൽ നമ്പറിലും ഇവരെ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു. അവർ പോലും ഇതുവരെയും നമ്മളടുത്ത് എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി ഭാരവാഹികൾ ഉണ്ടാകുമല്ലോ, CPMന്റെ ജില്ലാ സെക്രട്ടറി ഒക്കെ ഉണ്ടാകുമല്ലോ, ഇവരൊക്കെ അറിവോടെ കൂടിയായിരിക്കുമല്ലോ ഇങ്ങനെ ഒരു ഈ വേദി ഒരുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടന്നിരിക്കുക. അപ്പോൾ പാർട്ടി ഭരിക്കുമ്പോൾ എന്തുമാകാം, കയ്യൂക്ക് കാട്ടാം, അതിന് കുടപിടിക്കാൻ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിയമത്തെ നഗ്നമായി ലംഘിക്കുകയാണ്. ഇവർക്കൊന്നും ഈ നിയമം പുത്തരിയല്ലേ, ഒരു വകയുമല്ലേ? അപ്പോൾ ഇവര് ഉത്തരം പറയേണ്ട കാര്യമാണ്. ഇത്രയും അധികം ആളുകൾ, ഒന്നാമത് നഗരമെന്ന് പറയുമ്പോൾ കുപ്പിക്കഴുത്ത് പോലെയുള്ള റോഡുകളാണ്. ആളുകൾ എങ്ങനെ പോകും? ആശുപത്രി പരിസരങ്ങൾ, ആംബുലൻസ് നിരന്തരം പോകുന്ന വഴികളാണ്. ഇവർക്കൊന്നും ഇത് മനസ്സിലാക്കാനുള്ള
സാമാന്യമായിട്ടുള്ള ബുദ്ധിയില്ലേ? പ്രജീഷ്, അത് തന്നെയാണ് നമ്മൾ ഈ കാണുന്ന ഈ റോഡ്. ഇപ്പോൾ ഇതാണ് റോഡിന്റെ ബ്ലോക്ക് ചെയ്തിരിക്കുന്ന ഭാഗം. മറ്റൊരു ഭാഗം എന്ന് പറയുന്നത് ഇതാണ്. ഇപ്പോൾ ഈ വഞ്ചൂരിൽ നിന്ന് തമ്പാനൂരിലേക്ക് പോകുന്ന, പ്രത്യേകിച്ച് ഇവിടെ ആശുപത്രിയിലേക്കും അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ആൾക്കാർ ആശ്രയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു റോഡാണ്. കുറച്ചു നേരം കൂടി കഴിയുമ്പോൾ, ഇപ്പോൾ ഏകദേശം സ്കൂളൊക്കെ വിടുന്ന സമയം മാത്രമാണ് ആയിട്ടുള്ളത്. ഒരു 3:30-4 മണിയോട് കൂടി സ്കൂളുകൾ പൂർണ്ണമായി വിട്ട ആ വാഹനങ്ങൾ കൂടി ഈ റോഡിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ആ ഒരു സമയം കൂടി എത്തുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു ട്രാഫിക് ബ്ലോക്കാകും ഈ റോഡിൽ ഉണ്ടാകാൻ പോകുന്നത്. ഏറ്റവും എടുത്ത് പറയേണ്ടത് പാർട്ടിയുടെ അറിവോട് കൂടി തന്നെയായിരിക്കണം ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിച്ചതും. അതുകൊണ്ട് തന്നെയാവണം പാർട്ടിയുടെ സെക്രട്ടറി തന്നെ, സംസ്ഥാന സെക്രട്ടറി തന്നെ ഈ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യാനായി ഇവിടേക്ക് എത്തുന്നതും. പക്ഷേ പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു നിയമ ലംഘനം ഉണ്ടായതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള വിശദീകരണം ഒന്നും തന്നെ നമുക്ക് ഇതുവരെയും ലഭിച്ചിട്ടില്ല. ഏറ്റവും എടുത്തു പറയേണ്ടത്, ഇതൊരു പാർട്ടിയുടെ ഏരിയ സമ്മേളനം മാത്രമല്ല, ഈ സമ്മേളനത്തിന് ശേഷം കലാപരിപാടികൾ പോലും ഇവിടെ നടത്തുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. പ്രത്യേകിച്ച് KPSCയുടെ ഒരു നാടകം പോലും ഈ ഏരിയ സമ്മേളനത്തിന് ശേഷം ഈ റോഡിൽ വെച്ച് അരങ്ങേറുന്നു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. കഴിഞ്ഞ ദിവസം തന്നെ കൊല്ലം നഗരത്തിലെ ഈ പ്രതിപക്ഷ പാർട്ടികൾ പോലും അത് ചോദ്യം ചെയ്യുന്നില്ലേ? അവർ പോലും ചോദ്യം ചെയ്യാത്തത് എന്തുകൊണ്ടാണ്? അവിടെ കോടതി പ്രവർത്തിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ നിയമലംഘനങ്ങൾ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ആക്സസ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ നിൽക്കുന്ന ഒരിടത്ത് തോന്നിയതുപോലെയാണ് കാര്യങ്ങൾ. അതായത് ജനത്തെ ബന്ദിയാക്കുകയാണോ ഇവർ? ാണ് ഏരിയ സമ്മേളനത്തിന്റെ, പാളയം ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായിട്ടുള്ള സ്റ്റേജ് നിർമ്മാണം ആരംഭിച്ചത്. ഇന്ന് ഏകദേശം 24 മണിക്കൂറോളം പിന്നിടുന്നു. ഇതിന് ഈ ഒരു സമയം വരെ 24 മണിക്കൂറിനകം തന്നെ ഇതിന് എതിർക്കുന്നതിന് വേണ്ടി ഒരു പ്രതിപക്ഷ പാർട്ടി, പ്രതിപക്ഷ സംഘടനകളെയും ഇവിടെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും എടുത്ത് പറയേണ്ട കാര്യമെന്ന് പറയുന്നത്. ഇത്രയും വലിയൊരു നിയമലംഘനം, അതും കോടതിയുടെയും പോലീസിന്റെ മുന്നിൽ ഉണ്ടായിട്ട് പോലും അത് എതിർക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു പ്രതിഷേധം അറിയിക്കുന്നതിന് പോലും പ്രതിപക്ഷ പാർട്ടികൾ ഇവിടെ ഉണ്ടായിട്ടില്ല. ആകെ എതിർപ്പുണ്ടായത് ഈ കോടതിയുടെ ഭാഗമായി ജോലി ചെയ്യുന്ന ചില വക്കീലുമാരുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രതിഷേധങ്ങളും പ്രതികരണങ്ങളും മാത്രമാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം പോലും ഇതുവരെയും ഉയർന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയുന്ന കാര്യം എന്ന് പറയുന്നത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, പല സമയങ്ങളിലും ഇതുവഴി ആംബുലൻസുകൾ പോലും പോകുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു ഗതാഗത തടസ്സം അനുഭവപ്പെടുന്നുണ്ട്. പലപ്പോഴും അറിയാം, ജനറൽ ഹോസ്പിറ്റലിലേക്ക്, വഞ്ചൂർ ജനറൽ ആശുപത്രിയിലേക്ക് പോകുന്ന ഒരു പ്രധാന പാത കൂടിയാണ്. ഈ സിറ്റിയിൽ കൂടി ആംബുലൻസുകൾ വരുമ്പോൾ അവർക്ക് അവിടെ നിന്ന് വലിയ രീതിയിലുള്ള ട്രാഫിക് ബ്ലോക്ക് ഉള്ളത് കൊണ്ട് തന്നെ തമ്പാനൂരിൽ നിന്ന് പ്രത്യേകിച്ച് പവർ ഹൗസ് റോഡ് വഴിയൊക്കെ എത്തി ഇതുവഴിയാണ് ജനറൽ ഹോസ്പിറ്റലിലേക്ക് ആംബുലൻസുകൾ ഉൾപ്പെടെ പോകുന്നത്. അതുമാത്രമല്ല, പല പ്രധാനപ്പെട്ട സ്കൂളുകളിലെയും സ്കൂൾ വാഹനങ്ങൾ പോലും ഈ ഒരു റോഡിനെയാണ് പ്രധാനമായും ആശ്രയിക്കുന്നത്. ആ ഒരു റോഡിൽ തന്നെയാണ് ഇത്രയും വലിയൊരു നിയമലംഘനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രജീഷ്.